ഇന്ന് ഞങ്ങളുടെ മോൻ്റെ ദേവുട്ടൻ്റെ ചോറൂണാണ് ഇവിടുത്തെ ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പോൾ മോൻ ദേ ഇവിടെ ഉറങ്ങുന്നുണ്ട്. ധ്രുവക്കുട്ടൻ ദേ ബാക്കിലിരിക്കുന്നുണ്ട്. ഞാൻ അവനെ എണീറ്റ വാശി ആവണ്ടെന്ന് വെച്ചിട്ട് അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലം ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലം. അപ്പോൾ അവിടെയാണ് ചോറൂണ്. അതെ, ജാനക്കുട്ടി പോയ അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ പ്രിപ്പറേഷനൊന്നും വിചാരിച്ച പോലെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അമ്പലത്തിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടോ. അമ്മയുടെ ചന്ദ്രേ നീറ്റ്, ഈ ഒത്തുകെട്ടി നീറ്റ്, നമ്മൾ മാമുന്നം പോവാനല്ലോ. നമുക്ക് മാമുന്നുണ്ട് കുട്ട, ചുണ്ടൊരു മാമുന്നുണ്ടാ. മാമുന്നുണ്ട്. നമുക്ക് പായസം കുച്ചനാ, പായസം കുച്ചനാ പായസം. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറൂണിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ തയ്യാറാക്കി കൊണ്ടുപോകണം. അപ്പൊ നമ്മുടെ പൂജാരി നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പൊ അതിനനുസരിച്ച് തയ്യാറാക്കി കൊണ്ടുപോകണം. പ്രധാനമായിട്ടും ചോറ്, പായസം, പിന്നെ പരിപ്പ്, പുളിയിഞ്ചി, ഇഞ്ചിത്തൈര്, നെയ്യ്, ഉപ്പ്, പപ്പടം, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിനാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സും പിന്നെ ഇത് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തട്ടും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് അമ്പലം എത്താറായി. ഈ ഒരു അമ്പലം ഞാൻ എൻ്റെ മുൻപുള്ള പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചോറൂണിന് ഒരു മലയാളി പൂജാരി നോക്കി തന്നെയാണ് ബുക്ക് ചെയ്ത്. 10 to 11 ആയിരുന്നു ടൈം. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് തന്നെ എത്തി. ഇത് നമ്മുടെ നാട്ടിലെ ഗുരുവായൂരമ്പലം പോലെയല്ല, കുറച്ച് വ്യത്യസ്തമാണ്. അത് പണി കഴിപ്പിച്ചിരിക്കുന്ന രീതിയും അതുപോലെ അവിടുത്തെ പ്രതിഷ്ഠാ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർക്കിംഗ് ഡേ ആയിരുന്ന കാരണം വേറെ ആർക്കും ഒഴിവില്ലായിരുന്നു. പിന്നെ അത്ര തിരക്കുമില്ലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴുതതിന് ശേഷം പിന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. അപ്പോൾ നമുക്ക് ചോറൂണ് ചടങ്ങാവുമ്പോൾ ആ ഒരു ചടങ്ങിന്റെ മാത്രം ഇവിടെ വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ പൂജാരി പറഞ്ഞ പോലെ തട്ടില് ഞാൻ എല്ലാ ഫുഡ് ഐറ്റംസും ഇങ്ങനെ എടുത്തു വെക്കുകയാണ് അവന് കൊടുക്കാനുള്ളത്. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നത് കൂടാതെ അമ്പലത്തിലെ ഒരു പ്രസാദ ചോറും കൂടി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അവരുടെ സർവീസസിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പൂജാരി ആരാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാനും പറ്റും. കാരണം ഓരോ നാട്ടിലും ആ ഒരു ചടങ്ങ് വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് മലയാളി പൂജാരി തന്നെ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ ആളെ ചൂസ് ചെയ്തു. നമുക്ക് മുന്നേ അറിയുന്ന ആളും കൂടിയാണ്. ചോറൂണ് മാത്രമല്ല കേട്ടോ, ഈ എഴുത്തിനിരുത്താനും പിന്നെ നെയിമിംഗ് സെറിമണി, അതുപോലെ ഗണപതി ഹോമം, അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഓം ശ്രീ കൃഷ്ണായ നമഃ. അതുപോലെ പ്രാർത്ഥിച്ചിട്ട് കുട്ടിക്ക് കൊടുക്കും. ഓം ശ്രീ കൃഷ്ണായ നമഃ. ഓം ശ്രീ കൃഷ്ണായ നമഃ. ഹരേ രാമ ഹരേ രാമ ദിവ്യം കൊടുക്കും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.
അങ്ങനെ വാവയുടെ ചോറൂണൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അവന് ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞങ്ങളിവിടെ അമ്പലത്തിൽ തന്നെ കെഫ്റ്റീരിയയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വർക്കിംഗ് ഡേ ആയ കാരണം ഇന്ന് കെഫ്റ്റീരിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത് തന്നെയുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയി അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മോസ്റ്റ്ലി പിസയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതും നമ്മുടെ ഇന്ത്യൻ ടൈപ്പ്, ഈ പനീർ മസാല, പനീർ തിക്ക മസാല അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടെ നമ്മൾ ഒനിയൻ പക്കോട പിന്നെ ബേൽപൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നു. നല്ല ഫുഡ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വാവയുടെ ചോറൂണായ കാരണം വെജ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വെജ് നോക്കി ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് വാവയുടെ ചോറൂണ് വിശേഷങ്ങൾ. അപ്പോൾ ഇത് വിഷുവിന് മുൻപൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.